is your day, Children's Day. Belly fry ആണ്. കൊള്ളാട്ടോ. ദൈവമേ എന്ത് ഭംഗിയാ. ഇവിടെ ബീച്ച് ഉണ്ടോ? How beautiful. നല്ല ആംബിയൻസ്. ഈ വാച്ച് ഒക്കെ അൺബോക്സ് ചെയ്ത് ഞങ്ങൾ ആദ്യമായിട്ട് എടുത്ത സെൽഫി. Hello everyone, welcome back to my YouTube channel. Guys, I'm super excited കാരണം നാളെ അതായത് September 28th my dear husband's birthday and he's turning 25. He's not at all excited, പക്ഷെ ഞാനാണ് കൂടുതൽ എക്സൈറ്റഡ്. പക്ഷെ വലുതായിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്യണില്ല ബിക്കോസ് റോഹൻസ് പപ്പ ഇസ് നോട്ട് വെൽ. ഞങ്ങൾക്കൊക്കെ ഡെങ്കി മാറിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതേ പപ്പയ്ക്ക് ഡെങ്കി വന്നു. ഡെങ്കി ഇപ്പോൾ മാറി, ബട്ട് സോഡിയം കുറഞ്ഞുപോയി. സോ ഇറ്റ് വാസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഹീ ഈസ് 85 years old now. പക്ഷെ അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ടൈം പോലെ നമുക്ക് സ്റ്റേക്കേഷൻ പരിപാടികളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു സർപ്രൈസ് ലൈക്ക് ഒരു കേക്ക്, കുറച്ച് ഡെക്കറേഷൻസ്, പിന്നെ ഐ തോട്ട് ഐ ബൈ സം ഫ്ലവേഴ്സ് ആൻഡ് കാർഡ്. അപ്പോൾ എൻ്റെ മമ്മി അച്ഛനെ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. ആൻഡ് ടു മൈ ഡിയർ ഹസ്ബൻഡ്, of course I love you so much, but it's not just love. I have so much respect for you. I have so much understanding. I'm super proud of you and you're my everything. Literally you are my everything. എൻ്റെ പപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനും റോഹനും തമ്മിൽ ആക്ച്വലി വേറൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ, റോഹൻസ് പപ്പ ആക്ച്വലി ഫയർ ഓഫീസർ ആയിരുന്നു നേവൽ ബേസിൽ. ആൻഡ് എൻ്റെ അപ്പൂപ്പൻ്റെ ചേട്ടനും വാസ് എ ഫയർ ഓഫീസർ. ആൻഡ് ദ ട്വിസ്റ്റ് ഇസ് ദാറ്റ് ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സോ വെൻ എവർ ഐ തിങ്ക് അബൌട്ട് ആസ് എനിക്കിതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് കുറേ സിമിലാരിറ്റീസും. ലൈക്ക് ഐ എം സൂപ്പർ ഹാപ്പി. ഐ നോ വി ആർ വെരി സിമിലർ യെറ്റ് ഡിഫറെൻറ്റ്. കാരണം നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. വി ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. അത് ഇടയ്ക്ക് ക്ലാഷും ആവാറുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ I don't want anything else or anyone else. Like getting you was like hitting a jackpot. I swear, എനിക്ക് സത്യം പറഞ്ഞ ഒരു jackpot hit ചെയ്യുന്ന ഫീലിംഗ്. Whenever I think about, oh, you are my husband, Rohan is my husband, I'm always too stunned actually. ഞാൻ എപ്പോഴും ഭയങ്കര ഷോക്ക് ആൻഡ് സർപ്രൈസിലാണ് whenever I think I'm married to this man. He is so beautiful inside out. And I'm so thankful to God. So thankful, like, എനിക്കിപ്പോൾ വിചാരിക്കാനേ പറ്റില്ല. Without you, what? എന്ത്? Without you, എന്ത്? I don't know what I would have ended up doing. It's you, it's you, it's you, it's always you, honey. I love you so much. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് മിഡ് നൈറ്റാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ ആക്ച്വലി എനിക്ക് ഫാമിലിയായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ലഞ്ച് വേണമെന്നുണ്ട്. ബിക്കോസ് എൻ്റെ മമ്മിക്ക് അച്ഛനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി പ്രോബബ്ലി പറ്റുമെങ്കിൽ റോഹനായിട്ട് ഒറ്റക്കൊരു ഡിന്നർ പോകണമെന്നുണ്ട്. ഭയങ്കര ഫാൻസി ഒന്നും അല്ല കേട്ടോ ഇപ്രാവശ്യം. നത്തിങ് ഫാൻസി. ഐ എം പ്ലാനിങ് സംതിങ് ഗുഡ്. ലെറ്റ്സ് ഗോ. Guys, look at our church. So beautiful. അടുത്ത ലെഫ്റ്റ്. ഓ എന്ത് ഭംഗി. ഗായ്സ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ലില്ലി സ്ട്രീറ്റിലാണ്. വേറെ ഒന്നുമല്ല, ഒരു കാർഡ് മേടിക്കണം. എന്തെങ്കിലും ക്യൂട്ട് സാധനങ്ങൾ കണ്ടാൽ അത് മേടിക്കാം. 1 second മമ്മ. ഓ എന്ത് രസമല്ലേ. ഇതാണ് നമ്മുടെ സ്ഥിരം കടകൾ. അപ്പുറത്ത് കാണുന്നത് ലോഫേഴ്സ്, ദറ്റ്സ് എ കഫേ. ഇതാണ് നമ്മുടെ പ്രീതി സ്റ്റോർ. ഇവിടെ നിന്ന് നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നത്. ഓ സോറി ഗൈസ്, ലില്ലി അല്ല, പ്രിൻസസ് സ്ട്രീറ്റ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ പേരൊന്നും അറിയില്ല. ഓപ്പൺ സേഫ് ടോട്ടലി മാറി. ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി. ഞാനൊരു ബർത്ത്ഡേ കാർഡ് മേടിച്ചു. മമ്മി മേടിച്ചു. നമുക്കിനി വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഷോപ്പിംഗ് സേഫ് ഫുള്ളി മാറിപ്പോയി, പക്ഷെ നല്ല രസമുണ്ട്. നല്ല സ്പേഷ്യസ് ആയ പോലെ ഉണ്ട്. നമുക്കിനി എന്താ ക്യൂട്ട് സാധനങ്ങൾ എന്താ ഉള്ളത് നോക്കാം. കുറേ അധികം സാധനങ്ങളുണ്ട് കേട്ടോ, ക്യൂട്ട്. നോക്കി സ്ലൈം. നമ്മളിപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ ബാൻഡ് മേടിച്ചു. വേറെ എന്താന്ന് നോക്കട്ടെ. ഡയറി ഒക്കെ നോക്കി
ക്യൂട്ടും ഉണ്ട്. നോക്ക്, അത് ബോയ്സ് കുറച്ച് വിൻറ്റേജ് വൈബ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ നൈസ്. ദേ ഹാവ് സോ മെനി നൈസ് സ്റ്റഫ്. പിന്നെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും സ്നാക്സും ഉണ്ട് ഇവിടെ. നൈസ് ഗൈസ്, നമ്മൾ ദേ ആ വരുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കപ്പലണ്ടി മേടിച്ചു. ഓൺലി 10 rupees. അച്ഛനുണ്ട്, മമ്മിയുണ്ട്. അപ്പം നമുക്കിനി ഒരു ഫ്ലവറിൻ്റെ ബൊക്കെ എന്തെങ്കിലും മേടിക്കണം. യെസ്, എന്നിട്ട് നമുക്കൊരു കുഞ്ഞു കേക്കും മേടിക്കാം. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ആക്ച്വലി ലില്ലി സ്ട്രീറ്റ് അല്ല, ഇത് ആക്ച്വലി ബർഗർ സ്ട്രീറ്റ് ആണ്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുന്നതാണ് ലില്ലി സ്ട്രീറ്റ്. ഇവിടുള്ളത് പീറ്റർ സെലി സ്ട്രീറ്റ് ആണ്. നല്ല ക്യൂട്ടല്ലേ ഈ മതിലില്. നമ്മളിതേ ബൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കേക്ക് മേടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സെറ്റ് ആക്കി വെച്ചേക്കാന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് ഗോ. നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നു. ഓ മൈ കേക്കിലാണ് വന്നിരിക്കുന്നത്. നൈസ് കേക്ക്സ് ആണ് ഇവരുടെ. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ മാക്സ്. ഇവിടെ ഇപ്പൊ കുറെ കടകൾ വന്നിട്ടുണ്ട്. അപ്പുറത്തെ ഫ്രൂട്ട് ബേ ഒക്കെ വന്നിട്ടുണ്ട്. കേക്ക് is secured. അതേ പോണ വഴി ആഗ്നസിനെ കാണാൻ ഇറങ്ങി. അതിന്റെ ഒപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ഡെൻമാർട്ട് എന്ന് പറഞ്ഞ് മേളിൽ 2 ഫ്ലോർ കണ്ടോ. അവിടെ ഞങ്ങൾ ഒരു കേക്കിൽ വെക്കണ ക്രാക്കർ മേടിക്കാൻ പോയത്. അവിടെ ഫുൾ അടിപൊളി ഗിഫ്റ്റ് ടോയ്സ് ആൻഡ് വി ഗോട്ട് അനീമെ കീ ചെയിൻ. ഡ്രാഗൺ ബോൾസിയുടെ അനീമയുടെ ഒരു കീ ചെയിൻ കിട്ടി. അവിടെ കുറെ ഉണ്ടായിരുന്നു. നറൂട്ടോ ഉണ്ടായിരുന്നു, വൺ പീസ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തി. കറക്റ്റ് എനിക്ക് കോൾഡായി. ഓ മൈ ഗോഡ്. പക്ഷേ റോഹൻ ആക്ച്വലി അപ്പുറത്തുണ്ട്. റോഹൻ ഒബ്വിയസ്ലി കേക്ക് കണ്ടു, അതെനിക്കറിയായിരുന്നു കാണുന്നത്. അതുകൊണ്ട് ഞാൻ ബൊക്കെ മമ്മിക്ക് അച്ഛനും കൊടുത്തിട്ടുണ്ട്. സോ അവർ 12 മണിക്ക് വരും. അപ്പോൾ അവർ ബൊക്കെ കൊണ്ടുവരും. അറ്റ്ലീസ്റ്റ് 1 സർപ്രൈസ്. പിന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചിട്ടോ. ഒരു കീ ചെയിനും ഒരു ഫിജറ്റ് സ്പിന്നറും പിന്നെ ഞാനും മമ്മി കാർഡ് മേടിച്ചു. പിന്നെ ഒരു ചോക്ലേറ്റ്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് സിമ്പിൾ ബട്ട് I wanted to celebrate at least in a small way. Hi guys, ഞാനിപ്പോൾ വീട്ടിലെടുക്കുന്ന ഡ്രസ്സൊക്കെ കൊടുത്തു. ബിക്കോസ് വി ഹാവ് സോ മച്ച് ടൈം. 12 മണിക്ക് നമുക്ക് റെഡി ആയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കാർഡ്സ് എഴുതാമെന്ന്. ആൻഡ് ഐ എം നോട്ട് ഹാപ്പി അബൌട്ട് റൈറ്റിംഗ് എ നോർമൽ കാർഡ്. ബിക്കോസ് എനിക്ക് ആൾക്കാർക്ക് സ്പെഷ്യലായിട്ടുള്ളവർക്ക്, അതായത് റോഹൻ മമ്മിക്കൊക്കെ അവരുടെ ബർത്ത്ഡേക്കൊക്കെ കാർഡ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഞാൻ ആക്ച്വലി ഡ്രോയിങ് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ഡ്രോയിങ് ബുക്ക് ഇല്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഡ്രോയിങ്ങും ഡാൻസും കലാഭവനിൽ ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ട്. ഐ യൂസ് ടു ബി എ കലാഭവൻ ഗേൾ ബട്ട് നോട്ട് എനിമോർ. പണ്ട് ഞാൻ റോഹൻ ഉണ്ടാക്കി കൊടുത്ത ഒരു കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഹോണസ്റ്റ്ലി സമയമില്ല. അല്ലാതെ ഞാൻ ഐ വുഡ് ഹാവ് ലവ് ടു മേക്ക് എ കാർഡ് ആൻഡ് ഓൾ. പക്ഷെ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കളറൊക്കെ പോയി. ഇത് ആക്ച്വലി റെഡ് ചാർട്ട് പേപ്പറായിരുന്നു. ഇത് പശയാണ് കേട്ടോ. ഇതിൻ്റെ കളർ നമ്മൾ പുറത്ത് വെച്ചു, അങ്ങനെ കളർ പോയതാണ്. ഇത് ഞാൻ ആക്ച്വലി യൂട്യൂബിലൊക്കെ നോക്കി കുറേ നാളത്തെ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കിയതാണ്. ഇത് തുറന്നപ്പോൾ ഇച്ചിരി ഓൾഡായിട്ടുണ്ട്, കാരണം ചാർട്ട് പേപ്പറിനൊക്കെ കളറൊക്കെ പോയി. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്ത്. ദിസ് ഈസ് മൈ റോഹൻ. ഇത് നോക്കൂ, ബേബി റോഹൻ. സോ ക്യൂട്ട് റൈറ്റ്. ദിസ് ഈസ് മമ്മ. പിന്നെ ഇത് ആരാന്ന് നോക്കൂ, ഞങ്ങൾ 2 പേരും. കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ബിക്കോസ് നമ്മൾ അവർക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കണ പോലെയാണ്. ഇതിപ്പോൾ ജസ്റ്റ് വി ബൈ, പിന്നെ നമ്മളിതിൽ റൈറ്റ് ചെയ്യും, ദാറ്റ്സ് ഓൾ. പക്ഷെ ദിസ് ഇസ് സ്പെഷ്യൽ. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് സമയം കിട്ടിയില്ല ഗൈസ്. ആൻഡ് ലുക്ക് ഇറ്റ് ദിസ്. ഇത് റോഹൻ പണ്ട് ഓണത്തിനെടുത്ത ഫോട്ടോയാണ്. സോ ഗുഡ് റൈറ്റ്. പിന്നെ ഇവിടെയും ഉണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ കൈ വെച്ച് ചെയ്തതായിരുന്നു. ഇപ്പം ഞാൻ ഒരു കഴിവില്ലാത്ത കുട്ടിയായി പോയി. പിന്നെ ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ടെടുത്ത സെൽഫി. അതായത് 2021 ജാനുവരി 2 ഞങ്ങളെടുത്ത സെൽഫിയാണ്. എൻ്റെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കണേ? എൻ്റെ കണ്ണ് പൊതുവെ തുറയാറില്ല, പക്ഷേ ഈ ഫോട്ടോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ദിസ് വാസ് അവർ ഫസ്റ്റ് സെൽഫി. ഇത് നമ്മൾ ഏതോ ഒരു ഓണത്തിനെടുത്തതാണ്, ലോഫേഴ്സിൽ. ക്യൂട്ട്. പിന്നെ ഇവിടെ ഒരു ലെറ്റർ ബോക്സ് പോലെയുണ്ട്. ഓ ദിസ് ഫോട്ടോ ഐ ലവ് സോ മച്ച്. ഭയങ്കര ഒരു പിൻട്രസ്റ്റി ഫോട്ടോ പോലെ ഇല്ലേ?
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെയും ഫോട്ടോ ഉണ്ട്. ഓ സോ ക്യൂട്ട്. പിന്നെ ഞാൻ ഒരു ലെറ്റർ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ബർത്ത്ഡേ ഒക്കെ വെച്ചൊരു ലെറ്റർ. സ്നീക്ക് പീക്ക് നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയാം. ആ സെക്ഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് ഞങ്ങളുടെ പണ്ടത്തെ ഏറ്റവും ഫേവറേറ്റ് പിക്ചറായിരുന്നു. ബിക്കോസ് ഭയങ്കര ഇഷ്ടമായി പിക്ചർ. ആ സൺസെറ്റും ഞങ്ങളുടെ മുഖമൊന്നും ഇല്ലെങ്കിലും ഇറ്റ്സ് സോ ക്യൂട്ട്. സോ ഇതായിരുന്നു പണ്ടത്തെ ആ ഓർമ്മകൾ ഗൈസ്. അപ്പം ഞാൻ പോയി കാർഡൊക്കെ ചെയ്തിട്ട് ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗൈസ് റെക്കോർഡ് ചെയ്യുന്നത്. റോഹൻ വന്നത് പേടിച്ച് റോഹൻ എന്നെ വിളിച്ചത് ഞാൻ വാതിലടച്ചിട്ടുള്ള വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ റെക്കോർഡ് ഓണാക്കാൻ മറന്നിട്ട് കുറേ കഥ പറഞ്ഞത്. അപ്പോൾ എന്താ ഞാൻ പറയാവുന്നത് അത് ഞാൻ മറന്നുപോയി ആക്ച്വലി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നെയായിരുന്നു. സോ ബേസിക്കലി ഈ ഒരു കീ ചെയിൻ മേടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ക്യൂട്ട് ഡ്രാഗൺ ബോൾ. ദിസ് ഇസ് സോ ക്യൂട്ട്. ഒരു ഫിഡ്ജറ്റ് സ്പിന്നർ, നല്ല രസമല്ലേ? അവിടെ കണ്ടതിൽ റൂമിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് കിട്ടിയത് വെച്ചു. പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ ബലൂൺസ്, ഇത് ഞാൻ എങ്ങനെ വീർപ്പിക്കുമെന്ന് ഓർക്കണം. ഞാൻ ഒറ്റക്കാണ് ഈ പ്രാവശ്യം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം. സോ വിച്ച് ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട്. എനിക്ക് ആക്ച്വലി റോഹൻ മാത്രമാണ് ബർത്ത്ഡേക്ക് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സർപ്രൈസ് വന്നേക്കണം. ബാക്കി എൻ്റെ ജീവിതത്തിലെ എല്ലാ ബർത്ത്ഡേയിലും ഞാനും ഉണ്ടാവും ഡെക്കറേഷൻ്റെ ഒരു ഭാഗമായിട്ട്. സോ ഞാൻ വേഗം പോട്ടെ. ആക്ച്വലി ഞാൻ വാതിലടച്ചിട്ടേക്കണല്ലോ. അപ്പോൾ റോഹന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. റോഹൻ വന്ന് ഇതൊക്കെ തപ്പോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെക്കട്ടെ. ബൈ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ബലൂൺ വീർപ്പിക്കണ പരിപാടിയിലാണ്. സത്യം ഒരു പത്രത്താണി ആയി, പക്ഷേ ഇപ്പോഴാണ് ബലൂൺ വീർപ്പിക്കണേ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ കോർക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. അത് കഴിഞ്ഞേ ഹായ് സോ ക്യൂട്ട്. നമുക്ക് അവിടെ വെക്കുമ്പോ ശരിയാക്കാം. അയ്യോ, ദിസ് ഇസ് our കേക്ക്. ഒരു ന്യൂട്ടെല്ല ഹേസൽനട്ട് ഫ്ലേവർ എന്തോ നല്ല ഭംഗിയില്ലേ ഗൈസ്. ദ ബർത്ത്ഡേ ബോയ്സ് ഹിയർ. സോ നമുക്ക് ക്രാക്കേഴ്സ് കത്തിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുട്ടി. ഞാൻ തരാം ഫസ്റ്റ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ എടാ മാമന് കിട്ടിയില്ല. ഹാപ്പി ബർത്ത്ഡേ. കൊള്ളാല. ഹാപ്പി ബർത്ത്ഡേ. കണ്ണടച്ചു. ആമസോണിന്റെ പാക്കേജിലൊക്കെയാണ് ആക്കിയത്. കണ്ണടക്കല്. നോക്കല്. ഹാപ്പി ബർത്ത്ഡേ. ഇത് എക്സ്പെക്ട് ചെയ്തില്ലടാ. അതൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഓക്കെ. എന്റെ കുറച്ച് ഇതൊക്കെ കുഞ്ഞി ഗിഫ്റ്റ് ആണ്. എല്ലാം ഈ പ്രാവശ്യം കുഞ്ഞിനായി പോയി. ഇത് വലുതൊന്നല്ല. എന്നാ ഒരു കാർഡ്. ഇത് സണ്ണാണ്, ഇത് സ്പെഷ്യൽ. ഇനി ഡ്രാഗൺ ബോൾസ്. ഇങ്ങനെ ഒരു സാധനം കൂടിയാണ്. അല്ല പ്രീഡിസ്റ്റേഴ്സ് അല്ല ഗൈസ്. എങ്ങനെയുണ്ട്? ഇഷ്ടയാ. ഇത് ഷോപ്പിംഗ്. ഇത് ഡെൻമാർക്ക്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നും പ്രതീക്ഷിച്ചില്ല. എന്താ വെച്ചാൽ കേക്ക് പ്രതീക്ഷിച്ചു, പിന്നെ കപ്പായിരിക്കും വിചാരിച്ചു. കാർഡ് പ്രതീക്ഷിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇഷ്ടയാ. ഈ ഇങ്ങനെ കയ്യിലെ ഇങ്ങനത്തെ സാധനം മാള് വാങ്ങിക്കൂന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതിങ്ങനെ തുറക്കട്ടെ. ഇത് ഇതിന്റെ അകത്തെടുത്ത് പൊടി ഉണ്ടായിരുന്നു. മെറ്റലിന്റെ ആണ്.
ഞാൻ കാണിക്കട്ടെ, എനിക്ക് സ്കില്ലുണ്ട് ഇതിന്. ആ എനിക്ക് കൊള്ളാല സെറ്റ് അല്ലേ? അപ്പൊ എനിക്ക് കേക്ക് മുറിച്ചല്ല. ഇല്ല അധികം പൈസ ഇല്ല. അത്യാവശ്യമായി ഇഷ്ടമില്ല. എല്ലാ കടയും ഞാൻ തന്നെ എഴുതിയത്. ഇത് സൺ. മമ്മിയുടെ അച്ഛന്റെയും കേക്ക് മമ്മിയുടെയും അമ്മൂമ്മയുടെ വക. ഇത് എന്റെ മാത്രം വക. ഐ ബോട്ട് എ സൺഫ്ലവർ കാർഡ്. എനിക്ക് സൺഫ്ലവർ ഇഷ്ടമാണ്. പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ പ്രാവശ്യം. ആൻഡ് ഗോകു. ഓക്കെ ബൈ. കേക്ക് സൂപ്പർ അല്ലേ? ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പെട്ടെന്ന് സാഹചര്യത്തിൽ അങ്ങനെ. ഗായ്സ്, അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം? ഏതായിട്ട് ഇഷ്ടമായത്? സ്പിന്നറാണല്ലോ ഏറ്റവും ഇഷ്ടമാ. എനിക്ക് വേണോന്ന് വിചാരിച്ച സാധനം. ഇതും കൊറേ ആവശ്യം ഞാൻ വാങ്ങിക്കാൻ കൈ വെച്ചിട്ടുണ്ട്, പക്ഷെ വില കൂടുതലായിട്ട് അപ്പൊ നാളെ നമുക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എല്ലാം ഞാൻ പറയാം. നാളെ അല്ല, ഇന്നാണ് സെപ്റ്റംബർ 28. 25 ദിവസം, 25 വയസ്സ്. ഹാപ്പി ബർത്ത്ഡേ. These flowers came out so beautiful. ഇത്ര ഭംഗിയുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നല്ല ഭംഗിയായിട്ട് ആ ബേബി ബ്രെത്ത്സ് ഒക്കെ സോ ക്യൂട്ട്. ഗായ്സ്, നമ്മളിതാ എവിടെയാന്ന് നോക്ക്. ആക്ച്വലി സമയം 3 മണിയായി. ലൈവ് അത് ഞാൻ വിചാരിച്ചില്ല. കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു എല്ലാവരും കൂടി. ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. ഞങ്ങള് ബേബി, മമ്മി, അച്ഛൻ, കേറ്റി മമ്മി, നല്ല രസമുണ്ടായിരുന്നു. അരമണിക്കൂർ ഞങ്ങളിരുന്ന് സംസാരിച്ചു. അപ്പൊ മമ്മി അച്ഛൻ പോണായിരുന്നു. അവരപ്പൊ ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വന്നാ പിന്നെ എന്തേലും ഞങ്ങളും വരാം. ബെസ്റ്റ് ബർത്ത്ഡേ ഫോർ മൈ ഹസ്ബൻഡ്. ഇതാണ് നമ്മുടെ 24/7 ഉള്ള ചായക്കട. ഇവിടെ മൊത്തം കുറെ പിള്ളേരുണ്ട്, ഫാമിലി ഒക്കെ ഉണ്ട്. ഇതുണ്ടോ നമ്മുടെ ജങ്കാർ, അതായത് നമ്മുടെ റോറോ ജെട്ടി. അതിൻ്റെ അവിടെയായിട്ടത് അവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. കൊള്ളാലേ ഫുഡ് കൊച്ചി. ഒരു വൈബായി വരുന്നുണ്ട്. രാത്രി ആദ്യമായിട്ട് കേട്ടോ. കാരണം നമ്മളെപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഒരു 10-11 മണിയാകുമ്പോൾ തന്നെ കടയൊക്കെ അടക്കും. പക്ഷെ ഈ ഒരു കട 24/7 തുറന്നപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞി കട 2 കടകളും കൂടി തുറന്നിട്ടുണ്ട്. നൈസ്. വേറെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്നേക്കണം കണ്ടോ. ഹോളിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എന്താണ് പറയാനുള്ളത്? ടുട്ടുവിനോട് 25 വയസ്സായതില് എന്താ ഉപദേശം കൊടുക്കാനുള്ളത്? എന്തെങ്കിലും അഡ്വൈസ് ഉണ്ട് ഇവിടെ നിന്നല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഹണി. കൂട്ടമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആക്രമിച്ച് പോലീസുകാർക്ക് ഒന്നും ചെയ്യേണ്ട, അവർ നോക്കിയേക്കേണ്ട അവസ്ഥ. ഇവിടെ ഈ അടുത്ത് എന്തോ ഒരു we have ordered boost and horlicks and with such a nice view of Fort Kochi. Look at this view, so nice. ഇവിടത്തെ പിള്ളേരൊക്കെ ഇരിക്കണുണ്ടോ? സോറി 2x ഞാൻ ഉദ്ദേശിച്ചത്. മമ്മിയുടെ ഓഫീസൊക്കെ കാണാം. സച്ച് എ നൈസ് വൈബ്. അതും വെളുപ്പിനെ 3 മണിക്കാണ് ഈ വൈബ്. സോ നൈസ്. Hi guys. It's the day of the birthday. Happy birthday to you. Thank you so much. ദേ പുതിയ ഔട്ട്ഫിറ്റിലൊക്കെയാണ്. ഞാൻ പഴയതാണ്, പക്ഷെ ടു മാച്ച് അവർ ഫേവറേറ്റ് പാൻസ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് അല്ല, ബേബിയുടെ ഇത് മോസ്റ്റ് ഫേവറേറ്റ് അല്ല, പക്ഷെ രണ്ടും ഒരു വിൻറ്റേജ് വൈബ് ഉണ്ട്. ബേബിയുടെ ഇസ് ബെറ്റർ. ദിസ് ഇസ് H&M, ദിസ് ഇസ് മാക്സ്. പക്ഷെ ദിസ് ഇസ് ബെറ്റർ അല്ലേ? ദിസ് ഇസ് വേ ബെറ്റർ. പക്ഷെ എനിക്ക് ദിസ് ബേബി ഇവിടെ ഇവർ കാണിച്ചേക്കണം കണ്ടോ, ഒരു വിൻറ്റേജ് പോലെ ആക്കാൻ വേണ്ടി. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഫാമിലി ലഞ്ചിനാണ്. സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് ഞാൻ ചൂസ് ചെയ്തത്. ബിക്കോസ് ഹീ ലവ്സ് സീ ഫുഡ്. അതായത് കൊഞ്ചും
പിന്നെന്തായിരുന്നു സ്ക്വിഡ്, കൂന്തലൊക്കെ ഇഷ്ടമാണ്. എനിക്ക് സീ ഫുഡ് അലർജിയാണ്. ബട്ട് ഫോർ മൈ ബേബി ഐ ചൂസ്ഡ് ഇറ്റ്. പക്ഷെ അവിടെ വേറെ ചിക്കനൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ മമ്മി അച്ഛനും വരും, നമുക്ക് വേഗം പോവാം. നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണ വഴി ഒന്ന് നിർത്തിയതാ, പക്ഷെ ശരിയായില്ല. നമുക്കപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എടുക്കാം. Hi guys, what's up? What's up? We are going. ഞങ്ങളിത് എത്തി കേട്ടോ. ഐ ഹോപ്പ് യു ഗൈസ് കെൻ ഹിയർ മീ. ഞങ്ങളിത് എത്തി. ഇതാണ് അപ്പോൾ നമ്മുടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല തിരക്കുണ്ട്. നമ്മൾ പക്ഷേ റിസർവ് ചെയ്തു ഭാഗ്യത്തിന്. സോ ലെറ്റ്സ് ഗോ. Hi guys. ദേ മീൻ ചട്ടി. നല്ല ആംബിയൻസ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. ക്വിക്ക് അപ്ഡേറ്റ്. ഇപ്പോൾ നമ്മൾ ലഞ്ച് ടൈമിലാണ് വന്നത്, അതായത് 11 to 4 ലഞ്ച് ടൈമാണ്. ഈ സമയത്ത് സീ ഫുഡ് മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടു, പക്ഷെ കുഴപ്പമില്ല. ഫോർ മൈ ഹസ്ബൻഡ്സ് ബർത്ത്ഡേ ഐ വുഡ് ഡു എനിത്തിങ്. അലർജി വന്നാലും കുഴപ്പമില്ല, ഞാൻ മരുന്നെടുക്കും. പിന്നെ ഡിന്നർ ടൈമിനാണ് ഇവിടെ ചിക്കനും ബീഫും എല്ലാ സ്പെഷ്യാലിറ്റീസും വരുന്നത്. പിന്നെ പൊറോട്ട കാര്യങ്ങളൊക്കെ ഡിന്നർ ടൈമിനാണുള്ളത്. അവിടെ ഡിന്നറിൻ്റെ മെനു ഉണ്ട്. ഇപ്പം ജസ്റ്റ് സീ ഫുഡ് മെനു. മീൽസ് ഉണ്ട്, അതിൻ്റെ ഒപ്പം നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. അതായത് ഇതാണ് പ്രൈസും. പിന്നെ ഇതൊക്കെ വലിയ വലിയ ഫിഷസ് ആസ് പെർ സൈസാണ്. പക്ഷെ ബാക്കി നമ്മളിപ്പോൾ ഒരു ടൈഗർ പ്രോൺസും കാളാഞ്ചി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചെമ്പല്ലി പറഞ്ഞിട്ടുണ്ട്, പിന്നെ കക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം വരട്ടെ. ഡിന്നർ മെനുവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ദേ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടതാണ്. ഹായ്, ഇഷ്ടമായ റെസ്റ്റോറന്റ്. നല്ല വൈബ് ഉണ്ട് ആക്ച്വലി. തിരക്കുന്നത് 2 സ്റ്റോറിയിലാണ്. തിരക്കുണ്ടെങ്കിൽ അത്യാവശ്യം സീറ്റിംഗ് ഉണ്ട്. പക്ഷെ സീ ഫുഡ് മാത്രമേ സീ ഫുഡ് മതിയായിരുന്നു. എനിക്ക് കുറച്ച് ചിക്കനൊക്കെ കിട്ടിയായിരുന്നു. ഗൈസ്, ഇത് നോക്കൂ, നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ട്. കൊള്ളാം. അപ്പോൾ നമ്മുടെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കക്ക, മാംഗോ കറി, കാളാഞ്ചിയാണ്. പിന്നെ ടൈഗർ പ്രോൺസ് ഫ്രൈ. പിന്നെ അവർക്ക് വാഴല കിട്ടി. കറികളെല്ലാം വന്നിട്ടുണ്ട്. ഇത് ചെമ്പല്ലി ഫ്രൈ ആണ്. കൊള്ളാട്ടോ, സൂപ്പർ. നമ്മൾ ചപ്പാത്തി, റോഹിന് ചപ്പാത്തി മേടിച്ചു. പിന്നെ റൈസും കിട്ടി. പിന്നെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ഞാൻ എടുക്കാം. പപ്പടം വന്നു അവർക്ക്. അപ്പോൾ ഒരു ചോറ് തന്നു. ഞാൻ ഇത് ചെമ്പല്ലിയുടെ കുറച്ചെടുത്തു. പിന്നെ കുറച്ച് ക്യാബേജും പപ്പടവും മാംഗോ കറി എടുത്തിട്ട്. പ്രോൺസ് അടിപൊളിയും കപ്പ, എവറിത്തിങ് ഈസ് സോ ഗുഡ്, ലൈക്ക് ഓണസ്റ്റ്ലി. ഹായ് ഗൈസ്, ദേവു ഓക്കെ. സോറി, സൂപ്പർ. എല്ലാം കൊള്ളാം. ഫിഷ്, പ്രോൺസ് റിസ്ക് ആണ്, നോക്കാം. ബേബിനോട് പറഞ്ഞു love you guys too. This is tiger prawns. I'm only eating it. So good. And you risk of it. I have allergy. I'm really fish is so ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും വയർ പൊട്ടിത്തെറിക്കും. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഓരോ ജ്യൂസ് ഒക്കെ പറഞ്ഞു.
എവറിത്തിങ് വാസ് സോ ഗുഡ്. എന്തായാലും നിങ്ങളും ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ മെനു ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ സർവീസൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ ചോദിച്ചു നോക്കി അപ്പോൾ തന്നെ അവരെല്ലാം തന്നു. സോ ഹാപ്പി. പിന്നെ ഞാൻ കണ്ടുപിടിച്ച സ്പോട്ട് ആയതാണ് എനിക്ക് പ്രൗഡുമാണ്. ആർ യു ഹാപ്പി? ഇന്നൊക്കെ രാത്രി കുറച്ച് പ്ലാൻസ് ഉണ്ട്. സോ എല്ലാവരും പോയി. ഞങ്ങളാണ് ലിറ്ററലി ലാസ്റ്റ് പീപ്പിൾ ടു ലീവ്. നമ്മളപ്പോ ഇറങ്ങി. ഇനി എന്താ പരിപാടി വെച്ചാൽ വീട്ടിൽ പോയിട്ടല്ലേ പരിപാടി? ഭയങ്കര വെളിച്ചമായിട്ടില്ല. എന്താ സൺബേണാ? നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലോണം ഇന്റീരിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സെൽഫി എടുക്കാം. നമ്മളുടെ വീട്ടിലെത്തി. ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഒരു ക്വിക്ക് പിറ്റ് സ്റ്റോപ്പാണ്. നമ്മളിപ്പോൾ പിന്നെയും പോകും. ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ ഈശോടൊപ്പം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? സോ ക്യൂട്ട്. ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഗായ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടി വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫ്രിസ്ബീസ് പോകണം. ഇവിടെ ഫേവറേറ്റ് പ്ലേസ്. സോ വിൽ ഗോ ടു ഫ്രിസ്ബീസ്. പിന്നെ എവിടെയാണ് പോകണ്ടേ? Anywhere you like. This is your day, children's day. സോറി. രാത്രി എനിക്ക് ആക്ച്വലി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഡിന്നർ കഴിക്കണം എന്ന് ആഗ്രഹം. സംതിങ് ഡിഫറെൻറ്റ്. നാടൻ കഴിച്ചു. ഈ നാടനല്ലാത്ത വേറെ എന്തെങ്കിലും. എനിക്ക് ആക്ച്വലി നമ്മുടെ സീഗൾ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പോകണമെന്നുണ്ട്. ബിക്കോസ് ഈ ബാർ റെസ്റ്റോറൻറ്റ്സിലെ ഫുഡ് ഇവിടെ എസ്പെഷ്യലി ഫോർട്ട് കൊച്ചിയിൽ ഞാൻ കഴിച്ചേക്കണതിൽ അടിപൊളി ടേസ്റ്റാണ്. ഒന്നാമത്തെ കാര്യം ഈ ഷാപ്പിൽ നമ്മൾ പോകാറില്ലേ നാടൻ ഫുഡ്, അതുപോലെ തന്നെയാണ് ഈ ഫാമിലി ബാർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. സീകളൊക്കെ അങ്ങനത്തെയാണ്. അവിടത്തേക്ക് ഫുഡ് എക്സ്പെൻസീവ് ആണ്, ബട്ട് ടേസ്റ്റ് സോ ഡെലീഷ്യസ്. സോ അതെന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. സോ ലെറ്റ്സ് സീ. നോക്കുക, ഇവിടെ സബ്വേയും വരുന്നുണ്ട്. തോപ്പുംപടി പഴയ തോപ്പുംപടി അല്ല. ഹായ് ഗായ്സ്, ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മളിപ്പോൾ എറണാകുളം വരെ വന്നേക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ലുലുവിലോട്ട് പോകണമെങ്കിൽ ആ കുണ്ടന്നൂർ പാലം കടക്കണം. അതൊന്നും കടക്കാനില്ല, അത്ര ബ്ലോക്കാണ് ഇവിടെ എറണാകുളത്ത്. അപ്പോൾ നമ്മൾ എം ജി റോഡിൽ നിന്നൊക്കെ മേനകയിലോട്ട് വന്നു. നമുക്കൊരു വാച്ച് നോക്കണം. സോ സ്വിസ് ടൈം ഹൗസിൽ പോവാം നമുക്ക്. വേറെ ഏതെങ്കിലും മോഡൽ നോക്കണോ? ലുക്ക് അറ്റ് ദിസ് വ്യൂ. എൻ്റെ ദൈവം, എന്ത് ഭംഗിയാ! Oh my God, this is so beautiful. Guys, എന്ത് ഭംഗിയാ! നോക്കി സ്കൈ കാണാൻ. Hi guys. Hi guys. Oh my God, this view was the best thing happened today. We are at Marine Drive. Yes, നമ്മളിപ്പോൾ ബാക്കിൽ മൊറൈൻ ഡ്രൈവിലാണ്. ഫസ്റ്റ് നമ്മൾ കയറിയത് ഹീലിയോസ് എന്ന് പറഞ്ഞ കടയിലാണ്. അവിടെ എക്സാക്ട് മോഡൽ ഉണ്ടായിരുന്നില്ല, സിമിലർ വൺ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സ്വിസ് ടൈം ഹൗസിൽ കൂടെ നോക്കാം. The view guys. Guys, let's go inside. Oh nice. ഇവിടുന്ന് മേടിച്ച സീക്കോ തന്നെയാണ് റോഹിന് ഇട്ടേക്കണേ. ലിമിറ്റഡ് എഡിഷനും കണ്ടിട്ട് ഇത് സ്കേറ്റേഴ്സിൻ്റെ എന്താണ്. ഇത് കൊള്ളാം. പക്ഷെ നമ്മള് ഇതല്ലേ സത്യം. ഇതാണിപ്പോ ഇഷ്ടേക്കണേ. ഗായ്സ്, ഒന്നും പറയണ്ട.
വേണ്ട, നമ്മൾ ബർത്ത്ഡേ പോയേക്കാണ് വാച്ച് മേടിക്കാൻ വന്നത്. സോ ഇൻസിസ്റ്റ് ചെയ്തല്ലേ കള്ളം. ഒരു അടിപൊളി നല്ല ഡീൽ എന്ന് പറഞ്ഞാൽ 1000 രൂപ കുറവിന്. ഇവിടത്തെ ഒറിജിനൽ അടിപൊളി വാച്ച് എന്ന് പറഞ്ഞാൽ കാസിയോടെ ഒരു വാച്ചാണ്. ടിപ്പിക്കൽ കാസിയോടെ വിൻറ്റേജ് വാച്ചല്ല, അത് ഓൾമോസ്റ്റ് എല്ലാവരും ഇടുന്നതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ഇതൊരു ചെറിയ ടൈൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പക്ഷെ മേടിക്കണം ഒട്ടും ഉണ്ടായിരുന്നില്ല. ബട്ട് ദിസ് ബോയ് husband, Hi guys. are you happy with your purchase? Yes, കുറേ നാളായിട്ട് ആഗ്രഹിച്ച വാച്ച് ഇത് അടിപൊളി വാച്ച്. ഇതിന് ആക്ച്വലി 5000 രൂപ ഇവിടെ ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ട് സീക്കോന്. ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തായാലും ഒരു 10-15 രൂപ കൂടൂലേ. അതാണ് ഇങ്ങനത്തെ വാച്ചസിൻ്റെ ഗുണം. G-Shock അങ്ങനെ അത്രയും കൂടില്ല, എന്നാലും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ബേബി നോക്കിയ മോഡലും ഒരു 2000 5000 രൂപ ശരിക്കും കുറച്ച് വർഷം കൊണ്ട് 5000 രൂപ പയ്യെ കൂടിയിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത്. ഗൈസ്, അപ്പോൾ ഇതാണ് വാച്ച്. ഇറ്റ്സ് ആക്ച്വലി സോ ക്യൂട്ട്. ഭയങ്കര സ്മോളാണ്. നമ്മളിതേ ഫോർട്ട് കൊച്ചിയിലെത്തി. നമ്മളിതേ കുരിശ്വരയിൽ കയറി പ്രാർത്ഥിച്ചു. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് പിന്നെ പപ്പക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് രാത്രി ഡിന്നർ. ഹലോ ബർത്ത്ഡേ ബോയ്, ആർ യു ഹാപ്പി? ഹൗ ഹാപ്പി ആർ യു ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10? സോറി. അതേ നമ്മൾ വീട്ടിലെത്തി. വാച്ചൊക്കെ അൺബോക്സ് ചെയ്തു. സോ നൈസ് റൈറ്റ്. ഇത് രണ്ടാണ് അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത്. ടൈമൊക്കെ കറക്റ്റാണ്, അവർ കറക്റ്റാക്കിയിട്ട് തന്നെ. ഇതിൽ കറക്റ്റ് അല്ലേ, നോക്കണം. ഇറ്റ് വാസ് എ ഗുഡ് പർച്ചേസ്. നമ്മളപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി സീകളിൽ വന്നു. ഹായ്. ഇവിടെ ഇരിക്കണ അപ്പുറത്തെ സൈഡിലിരിക്കണ ഇവരിപ്പോൾ കുറച്ച് എക്സ്റ്റെൻഷനൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. എവിടെ പ്രൈസിങ് അത്ര നല്ലതായിരിക്കില്ല കേട്ടോ. ഹായ്, എങ്ങനെയുണ്ട് സീകളുടെ വൈബ്? ഡു യു റിമെമ്പർ അവർ ഫസ്റ്റ് ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ബേബിനെ ആദ്യമായിട്ട് ഇവിടെ വെച്ചാൽ കാണുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഫുള്ളാണ് ഗൈസ്. ഫുഡ് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ, പക്ഷെ ഫുള്ളാണ്. അതുമാത്രമല്ല 10 മണി വരെ ഓർഡർ എടുക്കണം. നമ്മൾ 9:30 വന്നത്. ഇതേ പുതിയ വാച്ചൊക്കെ ഞാനും ഇട്ട്. ലൈറ്റ് മഞ്ഞ ലൈറ്റൊക്കെ. ഹായ് ഗൈസ്, ഞങ്ങൾക്ക് ആക്ച്വലി ബീച്ചിൻ്റെ സൈഡിലിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ കട ഇസ് ഓൺലി ഫോർ 11 മണി. ആൾക്കാരൊക്കെ ഫുള്ളാണ്. നമ്മൾ കിട്ടിയ ടേബിളിൽ ഇരുന്ന് ഓർഡർ കൊടുത്തു. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസീവ് ആണ്, ഫോർട്ട് കൊച്ചി ഇറ്റ്സ് എക്സ്പെൻസീവ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് 5,000 റുപ്പീസ് എന്തോ ആയിരുന്നു. നമ്മൾ ആക്ച്വലി കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ കസിൻസ് കാരൻ, ജോസഫ്, മേരി ആൻറ്റി അവരെല്ലാവരുമായിട്ട് പോയായിരുന്നു കേട്ടോ. ഇതുപോലെ നമുക്ക് ബില്ല് വന്നത് 8,000 റുപ്പീസ്. ഞെട്ടിപ്പോയി ഞങ്ങൾ. പക്ഷേ അവരുടെ ട്രീറ്റ് ആയിരുന്നു പാവങ്ങൾ. ലൈറ്റിങ് ഇച്ചിരി ഷോക്കാണ്. ബട്ട് ഐ വാണ്ടഡ് ടു സേ ഐ ലവ് യു. സോ ഇവിടെ വെച്ചാണ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് റോഹൻ. കാരണം എന്തോ അടി നടക്കണ്ടോ. ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടത് സ്കൂളിൽ വെച്ചാണെങ്കിലും അഫ്കോഴ്സ് ഞങ്ങൾ ഫ്രണ്ട്സ് പോലും ആയിരുന്നില്ല, മിണ്ടിലായിരുന്നു. പക്ഷേ കറക്റ്റ് ക്രിസ്മസ് ടൈമിൽ റോഹിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാനും കസിൻസും കൂടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് റോഹിനെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ സംസാരിച്ചിട്ട് പോലില്ല. സംസാരിച്ചാലല്ലേ അറിയുള്ളൂ റോഹിൻ്റെ സ്വഭാവം. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് റോഹിനെ കണ്ടു, സംസാരിച്ചു. ഐ ഫെൽ ഫോർ ഹിം ബിക്കോസ് യു ആർ സച്ച് എ നൈസ് പേഴ്സൺ. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ. ഇനി നമുക്ക് പിള്ളേരൊക്കെ ആകുമ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എത്തിയിട്ട് നമുക്ക് അവരോട് കഥയൊക്കെ പറയാം. പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യണം, വേറെ ഒന്നുമല്ല. അവർക്ക് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യണം. അപ്പം നമ്മുടെ ഒരു ഫുഡ് വന്നു. ദിസ് ഈസ് ചില്ലി ചിക്കൻ ഡ്രൈ ആണ്. പിന്നെ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കളറാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ
ഞങ്ങൾക്ക് ഈ ഡാർക്ക് ആയിട്ട് കാണുന്നത് കാരണം ഇവിടെ ലൈറ്റിങ് ഇതാണോ ഭയങ്കര വാം ലൈറ്റിംഗാ. സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഓ നല്ല ചൂടുണ്ട്, വായ പൊളി. ഓ സോ ഗുഡ്. നിങ്ങൾ ആക്ച്വലി നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇതുപോലെ കുറേ ബാർ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതായത് സീകളുണ്ട്, പിന്നെ ഏതാണുള്ളത് അവിടെ ഒരെണ്ണമില്ലേ ബേബി നമ്മൾ അച്ഛനയുടെ ഒക്കെ പോയത്, അതിന്റെ പേര് ഫോർട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. പിന്നെ പോർട്ടോ താഴെ നല്ലതാണ്, അത് പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ഫുഡ് ട്രൈ ചെയ്യണം. ബാർ റെസ്റ്റോറൻറ്റ് സീകൾ ഇസ് വെരി ഗുഡ്. ഫുഡ് അടിപൊളി ഫുഡ് അല്ലേ? അടിപൊളി ഫുഡ്. ഫാമിലീസ് ഒക്കെ ഉണ്ട്. ഫോട്ടോച്ച് വരാൻ ഞാൻ സജസ്റ്റ് ചെയ്യണ സീകളാ, സേഫ് ആണ്. വേറെ ആൽക്കഹോൾ ഒന്നുമില്ല, ആകെ ബിയർ ആൻഡ് വൈൻ. ബാർ എന്ന് പറയാൻ പറ്റില്ല. ഫാമിലി റെസ്റ്റോറന്റ് ആണ്, അവിടെ ബിയർ കിട്ടും, അത്രേ ഉള്ളൂ. സെർവ് ചെയ്യാൻ പറ്റും. പക്ഷെ സേഫ് ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. രാത്രിയൊക്കെ പോണെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നോക്കണമെങ്കിൽ ഇതാ നല്ലത്. ലോക്കൽ സ്ഥലത്തൊക്കെ പോയി ഇടിയൊക്കെ ഉണ്ടാവും. പിന്നെ വെറുതെ അലമ്പായിരിക്കും ഇവിടെ. പിന്നെ സേഫ് ആണ്. ഇവിടെ നല്ല സേഫാ, കാരണം ഫാമിലി ആയിട്ട് നമ്മളെ പോലെയുള്ള ഫോർട്ട് കൊച്ചിക്കാരുടെ ഫാമിലി ആയിട്ട് വരാറുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ആൾക്കാർ പുറത്തെ ആൾക്കാരെ കാണുമ്പോൾ പ്രശ്നം. ഫൈനലി നമ്മളുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നൂഡിൽസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. രണ്ടും നമ്മൾ ചിക്കൻ ആണ് ഓർഡർ ചെയ്തത്. മിക്സ്ഡ് ഉണ്ട് ഇവിടെ, പക്ഷേ മിക്സ്ഡിൽ ഇവർ പ്രോൺസും സ്ക്വിഡും ഒക്കെ ആഡ് ചെയ്യും. സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അലർജിക്കാണ് സീ ഫുഡ്, അതുകൊണ്ട് നമ്മൾ അത് ഓർഡർ ചെയ്തില്ല. പിന്നെ നമ്മൾ ഉച്ചക്ക് മൊത്തം സീ ഫുഡാണല്ലോ കഴിച്ചത്. പിന്നെ ഇതായിരുന്നു നമ്മൾ മെയിൻ കാണിച്ചത് ചില്ലി ചിക്കൻ ഡ്രൈ ആണ്. പിന്നെ നമ്മൾ ചില്ലി ബീഫ് കുറച്ച് ഗ്രേവി ഉള്ള പറഞ്ഞാൽ എന്തെങ്കിലും ഗ്രേവി ആണല്ലോ. പിന്നെ ഫുഡ് ഇവിടുത്തെ അമേസിങ് ഫുഡാണ്, അടിപൊളി ഫുഡാണ്. എക്സ്പെൻസീവ് ആണ്, ജസ്റ്റ് ഒരു റിമൈൻഡറാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് മൊത്തം ഒരു 1000 സംതിങ് ആയി. ഒന്നും കൂടി പറക്കിട്ടില്ല. ഫുഡ് രക്ഷയില്ലാത്ത ഫുഡാ, അടിപൊളി അല്ലേ? ഇഷ്ടമായി. ഹൗ വാസ് യുവർ ബർത്ത്ഡേ? അടിപൊളി ബർത്ത്ഡേ, നല്ലോണം എൻജോയ് ചെയ്ത്, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ആക്ച്വലി ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് കുറെ നാൾ പിടിച്ച് പ്ലാനൊന്നും ചെയ്തില്ല, ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു നിൽക്കുന്നത്. പക്ഷെ ബേബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് ഐ എം വെയിറ്റിംഗ് ടു ഗ്രോ ഓൾഡ് ടുഗദർ. എനിക്ക് ഇനിയിപ്പോൾ 2 മാസം ചിക്കൻ കഴിക്കരുത്, അതിനെക്കാളും ടേസ്റ്റ് ചെയ്താ. സത്യം ഷിയാങ്ങിലെ ഫുഡ് അടിപൊളിയാണ്, വിലയൊന്നുമില്ല. പക്ഷെ അവിടെ അവര് ഇത് കെമിക്കൽസ് യൂസ് ചെയ്യണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷെ ടു ബി ഓണസ്റ്റ് കുറച്ച് ഹൈജീൻ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നില്ല അല്ലേ ബേബി? അപ്പോൾ ഗൈസ് ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ. ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കൊടുത്തി. നിങ്ങൾ ഭയങ്കര ഇരട്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറ്റാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇച്ചിരി ലൈറ്റ്സൊക്കെ പോപ്പ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ റൈറ്റ്. ഇപ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പഴയ കാലിലുണ്ട്. സോ ലെറ്റ് മീ എൻജോയ്. ഫുഡ് കഴിച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ പോയി. ഹാപ്പി ബർത്ത്ഡേ. കുറച്ചും കൂടെ സമയമുണ്ട് ബർത്ത്ഡേ ചെയ്യാൻ, ബട്ട് സ്റ്റിൽ എവറി ഡേ ഇസ് യുവർ ബർത്ത്ഡേ. ലൈക്ക് ഐ ലവ് യു. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആക്ച്വലി ക്ലോസിങ് ടൈം ആയി, പക്ഷെ കുറച്ച് നേരം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ വ്യൂ കാണിച്ചു തരുന്നു, ഇവിടെ ഇരുന്ന് കഴിക്കണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ ഫുള്ളായിരുന്നു, ഇപ്പോൾ അറിയില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസാണ് ആ കാണുന്നത്. ആ വ്യൂവിലൊക്കെ ഇരിക്കുക. ബീച്ച് ഉണ്ടോ? ഹൗ ബ്യൂട്ടിഫുൾ.
നല്ല ഷൈനി. അപ്പൊ നമ്മൾ ഈ ബ്യൂട്ടിഫുൾ വ്യൂവിനോട് ബൈ പറഞ്ഞ് ഹായ് വീട്ടിൽ പോകണേ. ആൻഡ് വി ഗോട്ട് പാർസൽ. ദാറ്റ് ഇസ് ദ ഫണി തിങ്. ഫുഡ് നമ്മൾ കഴിച്ച് നമ്മുടെ വയറൊക്കെ നിറഞ്ഞു. പാർസലും ഉണ്ടോണ്ട അവസ്ഥയായി. നല്ല രസമായിരുന്നു കേട്ടോ. പണ്ട് ഈ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു റിനോവേറ്റ് ഒക്കെ ചെയ്തു. ഹായ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീട്ടിൽ പോയിട്ട് പരിപാടി കിടന്ന് ഉറങ്ങുക എന്നാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. പണ്ടൊക്കെ ആക്ച്വലി അലർജി വന്നിട്ട് ചൊറിയാൻ തുടങ്ങി. അപ്പൊ ഇറ്റ് വാസ് സച്ച് എ ഗുഡ് ഡേ ഫോർ മീ. ഹൗ വാസ് ഇറ്റ് ഫോർ യു? Nice, good day. Very good day. I love you. എനിക്ക് നല്ലോണം അലർജി വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാമെന്ന്. എനിക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ് യെറ്റ്. We love you all so much. So, bye-bye. Happy birthday once again. Thank you. Ta-ta. Hi guys, it is the next day. ഞാൻ ഇന്നലെ വീഡിയോ എൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാ. പിന്നെ നമ്മൾ ഇന്ന് ആക്ച്വലി പുറത്തൊരു ആവശ്യത്തിന് പോയപ്പോൾ ചുമ്മാ എടുത്തതാ. ഐ വാസ് ഹംഗ്രി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം മമ്മി പപ്പേനെയായിട്ട് ഹോസ്പിറ്റലിൽ പോയതാ. അപ്പോൾ നമ്മൾ ആക്ച്വലി ലെറ്റ്സ് ഈറ്റ് ബേക്സ് അല്ലേ, ഞാൻ എപ്പോഴും അതിൻ്റെ പേര് പറയും, ലെറ്റ്സ് ഈറ്റ് ബേക്കേഴ്സ്. അവിടുത്തെ പേസ്ട്രീസ് ആൻഡ് ബ്രെഡ്സ് ഒക്കെ ഭയങ്കര നല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാൻഡ്വിച്ച് ഉണ്ടോന്ന് നോക്കാൻ പോയത്. പക്ഷെ സിമിലർ ടു സാൻഡ്വിച്ച് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അല്ലേ? Variety samosa. യെസ്, സമൂസാസും പിന്നെ ഈ കട്ട്ലറ്റ് എല്ലാം വെറൈറ്റി അല്ലേ. കട്ട്ലറ്റ് ഒക്കെ ആക്ച്വലി നമ്മുടെ സിംഗർ ചിക്കൻ ഇല്ലേ, അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ സിംഗർ ചിക്കൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു. നൈസ്. അപ്പോൾ നമ്മൾ ഇതാണ് മേടിച്ചത്. ഇത് ആക്ച്വലി ചിക്കൻ ടിക്ക സംതിങ് ആണ്, പേര് മറന്നുപോയി ഗൈസ്. പക്ഷെ ഇതിന് ഒരു എനിക്ക് ഒന്ന് 160 ആയി. നമ്മളൊരു വാട്ടർ ബോട്ടിൽ കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി പ്രൈസിയാണ്, പക്ഷെ ടേസ്റ്റ് ആണ് അവിടുത്തെ എല്ലാം. അതും ക്വാളിറ്റിയും ഉണ്ട്.